അതേപോലെ തന്നെ റമദാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മറ്റ് മാസങ്ങളെ പോലെ റമദാനിന് പ്രത്യേകതകൾ ഉള്ളതുപോലെ തന്നെ റമദാനിലെ തെറ്റുകൾക്കും അതിൻ്റേതായ ഗൗരവവും അതിന് കൂടുതൽ ശിക്ഷയും കിട്ടാൻ കാരണമാകും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതെ അതെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ പരിശുദ്ധമാക്കിയ മാസങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ മനുഷ്യർക്ക് കൂടുതൽ നന്മകൾ നേടിയെടുക്കാനുള്ള കാരണങ്ങളാണ്. എന്നാൽ ആ മാസങ്ങളിലോ ആ സ്ഥലങ്ങളിലോ വെച്ച് തിന്മകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗുരുതരമാണ്, ഗൗരവകരമാണ്. ഇപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും. അദ്ദേഹം മക്കയിൽ നിന്ന്, ഹറമിൽ നിന്ന് ദൂരെയുള്ള അല്ലെങ്കിൽ ഹറമിൻ്റെ പുറത്തുള്ള ത്വായിഫിലേക്ക് പോയി അദ്ദേഹം താമസിക്കാനുണ്ടായിരുന്ന കാരണം തന്നെ അദ്ദേഹം പറയുന്നത്, ഹറമിലെ നമസ്കാരങ്ങൾക്കും നന്മകൾക്കൊക്കെ ഏറെ പ്രതിഫലമുണ്ട്, പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ആ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് എന്നിൽ നിന്ന് വരുന്ന തിന്മകളെയാണെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ വിജ്ഞാനങ്ങൾ, അറിവുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ത്വായിഫിനെ തിരഞ്ഞെടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് പോലും തിന്മകൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ, വിശുദ്ധ ഖുർആൻ കൊണ്ട് പവിത്രത നൽകിയ ഒരു മാസത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്താൽ വളരെ ഗൗരവകരമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മിമ്പറിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ 3 തവണ ആമീൻ പറഞ്ഞോ. സ്വഹാബികളത് കേട്ടു. സ്വഹാബികൾ ചോദിച്ചു, നബി എന്താണ് പതിവിന് വിപരീതമായി താങ്കൾ ഓരോ സ്റ്റെപ്പ് വെച്ചപ്പോഴും ആമീൻ പറഞ്ഞത്? അതെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. അതായത് എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, 3 പ്രാർത്ഥനകൾ നടത്തി. അതിൽ ഓരോ പ്രാർത്ഥനക്കും എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. അതിലൊരു പ്രാർത്ഥന എന്തായിരുന്നു? റമദാൻ കടന്നു വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോട്ടെ എന്നതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ കൂടി അതിന് ലഭിച്ച് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ റമദാനിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രാർത്ഥനയാണ് തീർച്ചയായും. അതെ, പ്രാർത്ഥിക്കുന്നത് മലക്കാണ്, ജിബ്രീലാണ്. ആമീൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. പ്രാർത്ഥിച്ച വ്യക്തിയും ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ വ്യക്തിയും അത് ഏറെ ഉത്തരം നൽകപ്പെടുന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റമദാൻ കടന്നു വന്നിട്ടും ഒരു മനുഷ്യന്റെ പാപങ്ങൾ എന്തുകൊണ്ട് പൊറുക്കപ്പെട്ടില്ല? അവനോട് നന്മകളിലേക്ക് മുന്നിടാൻ പറഞ്ഞിട്ട് അവൻ നന്മക്ക് പകരം റമദാൻ കടന്നു വന്നിട്ടും അവൻ എന്ത് ചെയ്തു? തിന്മയിൽ മുഴുകി എന്നുള്ളതാണ്. അപ്പം തിന്മയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ കൊണ്ട് അവൻ വാങ്ങുന്നത് സ്വർഗമല്ല, നരകമായി തീരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, റമദാനിലേക്ക് എങ്ങനെയാണ് സ്വഹാബാക്കള് അവർ റമദാനിൽ എങ്ങനെയാണ് വരവേറ്റിരുന്നത്, എങ്ങനെയാണ് റമദാനിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റമദാനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും, അല്ലെങ്കിൽ റമദാൻ മാസപ്പിറവി കാണുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റമദാൻ മാസപ്പിറവി കണ്ടാൽ പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരാളോട് പോലും ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ വിരോധത്തിൻ്റെ ഒരു അംശം പോലും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്ന് സഹാബാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റമദാനിനെ അവർ വരവേറ്റിരുന്നത് അങ്ങനെയാണ്, തിന്മകളൊന്നും ഇല്ലാതെ ശുദ്ധമായി പ്രവേശിക്കാനുള്ള ഒരുക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.